ധനുരാശിക്കാരെ, ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് സംഭവിക്കാനിരിക്കുകയാണ്. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്ത, ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വാതിൽ തട്ടാൻ സാധ്യത കാണുന്നു. പക്ഷേ അതേസമയം ഒരു ചെറിയ അശ്രദ്ധ പോലും ഈ ഭാഗ്യത്തെ കൈവിട്ടു പോകാതിരിക്കാൻ കാരണമായേക്കാം. ഈ ആഴ്ചയിലെ ഏറ്റവും ഭാഗ്യമുള്ള ദിവസം ഏതാണെന്നും ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നും എന്ത് തീരുമാനമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതെന്നും ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കാണുക. ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള ഈ ആഴ്ച ധനുരാശിക്കാർക്ക് പൊതുവെ പുരോഗതിയുടെയും പുതിയ അവസരങ്ങളുടെയും ആഴ്ചയായിരിക്കും. ഗുരുവിൻ്റെ അനുഗ്രഹവും പല കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകരമാകും. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന ചില ആശയക്കുഴപ്പങ്ങൾ പതിയെ മാറുകയും വ്യക്തത ലഭിക്കുകയും ഈ വാരം ചെയ്യും. ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം, പുതിയ ഉത്തരവാദിത്വങ്ങളും ഈ വാരം ലഭിക്കാം. സ്ഥാനക്കയറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകിയിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വിളി വന്നേക്കാം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് രേഖകളുമായി ബന്ധപ്പെട്ട പുരോഗതി കാണാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനും പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനും സാധ്യത കാണുന്നു. പങ്കാളിത്ത ബിസിനസ്സിൽ ആശയവ്യത്യാസങ്ങൾ ഉണ്ടായാലും സമാധാനപരമായി പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച വരുമാനം മെച്ചപ്പെടുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൂമി, വാഹനം, സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് അനുകൂല സൂചനകൾ ഈ വാരം കാണുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഈ വാരം നിലനിൽക്കും. അകന്നുപോയിരുന്ന ബന്ധുക്കളുമായി വീണ്ടും നല്ല ബന്ധം സ്ഥാപിക്കാൻ ഈ വാരം അവസരം ലഭിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം കൂടുതൽ ശക്തമാകും. പ്രണയിക്കുന്നവർക്ക് ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ഈ വാരം സാധ്യത കാണുന്നു. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ ആഴ്ച കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ എന്നിവ ഈ വാരം ശ്രദ്ധിക്കണം. സമയത്ത് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഈ വാരം നിങ്ങൾക്ക് തോന്നും. വ്യാഴാഴ്ച ഗുരുക്ഷേത്ര ദർശനം നടത്തുന്നതും ദക്ഷിണാമൂർത്തി സ്തോത്രം, വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുന്നതും ഭാഗ്യവർദ്ധനവിനും മനഃശാന്തിക്കും ശുഭകരമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ പുതിയ തുടക്കങ്ങൾ അനുകൂലമാണ്. പോരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഉത്രാടം 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് കുടുംബപരമായ സന്തോഷ വാർത്ത ഈ വാരം ലഭിക്കാം. ഈ 3 നക്ഷത്രക്കാരും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക: ആരുടെയും സമ്മർദ്ദത്തിൽപ്പെട്ട് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ ഈ വാരം എടുക്കരുത്. ആഴ്ചയുടെ മധ്യത്തിൽ ഒരു അപ്രതീക്ഷിത ഫോൺ കോളോ സന്ദേശമോ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായത്തിന് തുടക്കമാകാൻ സാധ്യത കാണുന്നു. പലരും ഏറെ നാളായി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാകുന്ന സൂചനകളും ഈ ആഴ്ച കാണുന്നു. നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം വന്നാൽ മടിക്കരുത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ വിജയസാധ്യത വളരെ കൂടുതലാണ് ഈ വാരം. ഈ ആഴ്ച നിങ്ങളെ അസൂയപ്പെടുത്തുന്ന ചിലർ ചുറ്റും ഉണ്ടായേക്കാം. അതിനാൽ നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരോടും പങ്കുവയ്ക്കാതിരിക്കുക. യാത്രകൾ ഈ വാരം ഗുണകരമാകും. സർക്കാർ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ, നിയമപരമായ വിഷയങ്ങൾ എന്നിവയിൽ ഈ വാരം അനുകൂല പുരോഗതി കാണാം. ആഴ്ചയുടെ അവസാനത്തോടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോകുന്ന അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാനും ഈ വാരം അവസരം ലഭിക്കും. ഈ ആഴ്ച ധനുരാശിക്കാർക്ക് ഭാഗ്യം പരിശ്രമത്തോടൊപ്പം കൈകോർക്കുന്ന ഒരു വാരമാണ്. ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതെ ഈ വാരം നിങ്ങൾ മുന്നോട്ട് പോകുക. വിശ്വാസവും ക്ഷമയും നിലനിർത്തിയാൽ ഈ
വാരം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വിജയങ്ങളുടെ തുടക്കമാകാൻ എല്ലാ സാധ്യതകളും കാണുന്നു. ഈ ആഴ്ചയിലെ ഭാഗ്യദിനം വ്യാഴാഴ്ച. ഭാഗ്യനിറം മഞ്ഞ. ഭാഗ്യസംഖ്യ 3, 9. വ്യാഴാഴ്ച മഞ്ഞപ്പൂ സമർപ്പിച്ച് ഗുരുഭഗവാനെ പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഈ ആഴ്ചയിലെ ഈ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.